അതിന് ശേഷം കേട്ടോ ഖാലൽ മുദരിസു അധ്യാപകൻ പറഞ്ഞു ഫി അയ്യി കുല്ലിയത്തിൻ തുരീദാനി അൻ തദ്റുസ ബഅദ ദിറാസത്തിൽ ലുഗത്തിൽ അറബിയ്യത്തി. ഫി അയ്യി കുല്ലിയത്തിൻ ഏത് കോളേജിൽ തുരീദാനി നിങ്ങൾ രണ്ടുപേരും ഉദ്ദേശിക്കുന്നു അൻ തദ്റുസ പഠിക്കാൻ ബഅദ ദിറാസത്തിൽ ലുഗത്തിൽ അറബിയത്തി അറബി ഭാഷയുടെ പഠനത്തിനു ശേഷം, അതായത് അറബി ഭാഷ പഠിച്ചതിന് ശേഷം ഏത് കോളേജിൽ പഠിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഫി ഹർഫു ജർ അയ്യി ഇസ്മുൽ ഇസ്തിഫാം, മബനി അല്ല കേട്ടോ, ഇസ്മുൽ ഇസ്തിഫാം ആണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇസ്മുൽ ഇസ്തിഫാം ഇസ്മു മജ്റൂറുൻ അല്ലേ, അപ്പോൾ രണ്ടും കൂടി ജാറുൻ വ മജ്റൂറുൻ. കുല്ലിയത്തിൻ അയ്യിക്ക് ശേഷം അയ്യി മുലാഫാണ്, അതിന് ശേഷം ഒരു മുലാഫിൻ ഇലേഹി വരും. കുല്ലിയത്തിൻ മുലാഫിൻ ഇലേഹി. തുരീദാനി അറാദ യുരീദു യുരീദു യുരീദാനി യുരീദൂന തുരീദു തുരീദാനി യുരീദില തുരീദു തുരീദാനി. അൻതുമാൻ്റെ അവിടെ കേട്ടോ, നിങ്ങൾ രണ്ടുപേരും ഉദ്ദേശിക്കുന്നു. തുരീദാനി ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിസുബൂത്തി നൂനി. പിന്നെ അൽ അലിഫുൽ മുസന്നല്ലേ, അതെ അൽ അൽ അലിഫു എങ്ങനെ പറയാ, അൽ അലിഫുൽ അവിടെ അതുകൂടി ഉണ്ട് അല്ലേ, ശരി കേട്ടാ. പിന്നെ ലി അന്നഹു ബിൻ അഫ്ആലിൽ ഖംസത്തി അല്ലേ. തുരീദാനി ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിസുബൂത്തി നൂനി ലി അന്നഹു മിൻ അഫ്ആലിൽ ഖംസത്തി. പിന്നെ അൽ അലിഫുൽ ഇസ്നൈനി അല്ലേ, അത് ചേർന്ന് അൽ അലിഫു ളമീറുൻ മുത്തസിലുൻ മബനിയുൻ അല സുകൂനി ഫി മഹല്ലി റഫ്ഇൻ ഫാഇൽ. അൻ ഹർഫു നസ്ബിൻ വ മസ്ദരിയിൻ, അത്രയല്ലേ ഉള്ളൂ. തദ്റുസ ഫിഅലുൻ മുളാരിഉൻ മൻസൂബുൻ ബി ഹദ്ഫി നൂനി അല്ലേ, ഹദ്ഫി നൂനി ലി അന്നഹു മിൻ അഫ്ആലിൽ ഖംസത്തി. അതുകൊണ്ടാണല്ലോ നൂനിനെ കളഞ്ഞത്. ക്ലിയർ അല്ലേ? ബഅദ ശേഷം ലർഫ് സമാൻ ദിറാസത്ത് ലർഫ് സമാൻ ലർഫു സമാൻ മൻസൂബുൻ എന്ന് പറയാം കേട്ടോ, മൻസൂബാണ് കേട്ടോ, മബനി അല്ല. ബഅദ മൻസൂബുൻ അത്ര മതി കേട്ടോ. ദിറാസത്തി മുലാഫുൻ ഇലൈഹി വഹുവ മുലാഫ് അൽ ലുഗത്തി മുലാഫുൻ ഇലൈഹി. അൽ അറബിയത്തി എന്നത് അൽ ലുഗത്തി എന്നതിൻ്റെ നഅത്താണ്. അപ്പോൾ അൽ അറബിയത്തി നഅത്തുൻ മജ്റൂറുൻ അലാമത്തു ജർഹി അൽ കസ്റത്തു ളാഹിറ. ക്ലിയർ ആയല്ലോ അല്ലേ? ബഅദ ലർഫ് ദിറാസത്തി മുലാഫിൻ ഇലൈഹി വഹുവ മുലാഫ് ലുഗത്തി മുലാഫിൻ ഇലൈഹി. പിന്നെ അൽ അറബിയത്തി എന്നുള്ളത് നഅത്ത് മുലാഫിൻ ഇലൈഹി മജ്റൂറുൻ അലാമത്തു ജർഹി അൽ കസ്റത്തു ളാഹിറ. അൽ അറബിയത്തി നഅത്തുൻ മജ്റൂറുൻ അലാമത്തു ജർഹി അൽ കസ്റത്തു ളാഹിറ. കൂടുതൽ പറയണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം കേട്ടോ. ഓക്കെ അല്ലേ അത്? ഖാല ഹുസൈനു ഹുസൈൻ പറഞ്ഞു. ഖാല ഹുസൈൻ പറഞ്ഞു ഉരീദു അൻ അദ്റുസ ബികുല്ലിയത്തി ശരീഅത്തി. ഉരീദു ഇവിടെ ഹുസൈനാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നു എന്നല്ലേ, ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു. അൻ അദ്റുസ പഠിക്കാൻ, ബികുല്ലിയത്തി ശരീഅത്തി ശരീഅ കോളേജിൽ പഠിക്കാൻ, ഞാൻ ശരീഅ കോളേജിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു. ഹുസൈൻ്റെ മാത്രം അഭിപ്രായം കേട്ടോ. ഓക്കെ, അപ്പോൾ ഉരീദു ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മത്തി വൽ ഫാഇലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അന. ഇതിനു മുൻപേ അൻ തദ്റുസ നമ്മളവിടെ ഒന്നും കൂടി പറയണം. അൽ മസ്ദറുൽ മുഅവ്വലു ഫീ മഹല്ലി നസ്ബിൻ മഫൂലും ബിഹി കേട്ടോ. അവിടെ അത് പറഞ്ഞില്ലേ, അത് ഓർക്കണം കേട്ടോ. അൻ തദ്റുസ ഇതിന് മുകളിൽ മസ്ദറുൽ മുഅവ്വൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഉരീദു പറഞ്ഞല്ലോ. അൻ ഹർഫു നസ്ബിൻ വ മസ്ദരിയിൻ അദ്റുസ ഫിഅലുൻ മുളാരിഉൻ മൻസൂബുൻ ബിൽ ഫതഹത്തി അല്ലെങ്കിൽ ബിൽ ഫതഹി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അന. അൻ അദ്റുസ അൽ മസ്ദറുൽ മുഅവ്വലു ഫി മഹല്ലി നസ്ബിൻ മഫ്ഊലുൻ ബിഹി ബി ഹർഫു ജർ കുല്ലിയത്തി ഇസ്മു മജ്റൂർ. പിന്നെ ബി കുല്ലിയത്തി വേണമെങ്കിൽ ജാറുൻ വ മജ്റൂറുൻ മുതഅല്ലിഖുൻ ബിൽ ഫിഅലി. അശ്ശരീഅത്തി എന്നുള്ളത് നഅത്തുൻ മജ്റൂറുൻ.
അമ്മ അല്ലേ, നേരത്തെ അമ്മനല്ലേ പറഞ്ഞത്, അമ്മന അല്ലേ. അമ്മ അമ്മ അമ്മൽ ഹസനു കൂട്ടി പറയുമ്പോൾ അമ്മൽ ഹസനു ഫയുരീദു അൻ യദ്റുസ ബികുലിയത്തിൽ ഖുർആനിൽ കരീമി. അപ്പോൾ ഹസൻ. ഓക്കെ, രണ്ട് ഇവിടെ ശരീഅത്തി മുളാഫിനിലേക്ക് അല്ലേ വരിക? ശരീഅത്തി ബികുല്ലിയത്തി അത് നേരത്തല്ലേ ഷെരീഅയുടെ കോളേജിൽ അല്ല, മറ്റേത് മറ്റേ അല്ല അല്ലേ, നോക്കട്ടെ കേട്ടോ. ബികുല്ലിയത്തി ശരീഅത്തി അവിടെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ അല്ലേ. ഷെരീഅയുടെ കോളേജിൽ മുലാഫിനിലേക്ക്, ശരി കേട്ടാ, മുലാഫിനിലേക്ക് അങ്ങനെയാണ് വരേണ്ടത് അല്ലേ. നോക്കി, നേരത്താവുമ്പോൾ ശരിയാവൂല. മുലാഫിനിലേക്ക് അത് മാച്ച് ആവുക അല്ലേ. കൊല്ലിയത്തി ശരിയത്തി, മറ്റേതിന് അലിഫ്ലാം ഇല്ലല്ലോ. ശരിയ കോളേജ് ഇല്ല. മുദാഫിനിലേക്കാണ് കേട്ടാ. ഷെരീഅയുടെ കോളേജിൽ, ശരി മതപഠന കോളേജിൽ, ശരിയാണ് കേട്ടാ. ശരി. അമ്മൽ ഹസനു ഫയുരീദു അൻ യദ്റുസ ബികുല്ലിയത്തിൽ ഖുർആനിൽ കരീമി. എന്നാൽ ഹസൻ ഖുർആനുൽ കരീമിൻ്റെ കോളേജിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു. അമ്മ ഹർഫു ഷർത്ത്, അൽ ഹസനു മുബ്തദ, ഫ ജവാബാണ്. യുരീദു ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിദ്ദമ്മത്തി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. അൻ ഹർഫു നസ്ബിൻ വ മസ്ദരിയിൻ. യദ്റുസ ഫിഅലുൻ മുളാരിഉൻ മൻസൂബുൻ ബിൽ ഫതഹത്തി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. ബികുല്ലിയത്തി ജാറുൻ വ മജ്റൂറുൻ. കുല്ലിയത്തി മുലാഫ്, അൽ ഖുർആനി മുലാഫിൻ ഇലൈഹി, അൽ കരീമി നഅത്ത്. അൽ ജുംലത്തുൽ ഫിഅലിയ യുരീദു അൻ യദ്റുസ ബികുല്ലിയത്തിൽ ഖുർആനിൽ കരീമി. ആ ജുംലത്തുൽ ഫിഅലിയ മൊത്തം ഫി മഹല്ലി റഫ്ഇൻ ഖബറു മുബ്തദഇ. ഹസൻ എന്ന മുബ്തദയുടെ ഖബറാണ് ആ ജുംല മൊത്തം. എവിടെയെങ്കിലും കിട്ടാത്തതുണ്ട് അതിൽ? കിട്ടുന്നുണ്ട്. ശരി. ഖാലൽ മുദർരിസു, അധ്യാപകൻ പറഞ്ഞു. വഫഖകുമല്ലാഹു, ഒരു പ്രാർത്ഥനയല്ലേ അത്. നോക്കിയേക്ക് എവിടെ അത്, അതപ്പുറത്തുണ്ടാവും പ്രാർത്ഥന. ഉണ്ട്. വഫഖകല്ലാഹു, അള്ളാഹു നിങ്ങൾക്ക് വിജയം തരട്ടെ. അള്ളാഹു നിങ്ങൾക്ക് രണ്ടുപേർക്കും കുമ, അള്ളാഹു നിങ്ങൾക്ക് രണ്ടുപേർക്കും വിജയം തരട്ടെ. ഫഖകുമല്ലാഹു. ഞാൻ ഒരു മിനിറ്റ് കേട്ടോ, നോക്കട്ടെ കേട്ടോ. അതിൽ ആ വാക്ക് എങ്ങനെയാന്ന് അത് അതില് പിന്നെ ആ ഫേൽ എന്തുട്ടാണ്? ഫഅല അല്ലേ? അതല്ലേ. അപ്പം ഇത് വഫഖ എന്നാണ് കേട്ടോ. വഫഖ ഫേൽ, അതിൻ്റെ വഫഖ യുവഫിക്കു, അതാണത്. അപ്പം ഇതിൻ്റെ മാലിയാണ് കേട്ടോ. മാലി ദുആ ആണ്. ഓക്കെ. അപ്പോൾ ഫേലു മാലി മബനീൻ അലൽ ഫതഹത്തിൽ ളാഹിറ. ഫതഹ ഉണ്ടല്ലോ അല്ലേ. ഫേലു മാലി മബനീൻ അലൽ ഫതഹി. പിന്നെ അത് ഫതഹി. വഫഖ വിജയിപ്പിച്ചു, അവൻ വിജയിപ്പിച്ചു എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ അത് ഇത് കാഫില്ലേ, ഇത് വഫഖ. മറ്റേത് വഫ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അല്ലതി വഫലെ, വാവ് ഫാ, പിന്നെ അലിഫ്, മറ്റേ അലിഫ് മക്സൂർ അല്ലേ ഫാത്തിമ പറയണത്. അതെ, ഇത് വേറെ ഫീലാണ്. വ്യത്യാസമുണ്ട്. വഫ എന്ന് പറയണത് അതാണ്. തൗഫീഖ് തരട്ടെ എന്നൊക്കെ പറയില്ലേ നിങ്ങൾക്ക്. തൗഫീഖ് അതിലാണ് അല്ലേ അതിൻ്റെ ഇത് അല്ലേ. വഫഖ യുവഫിഖു തൗഫീഖിനാണ് അതിൻ്റെ. അല്ല യുവഫിഖു തസ്ബീഹ്, സബ്ബഹ യുസബ്ബിഹു തസ്ബീഹ്, തൗഫീഖ് കറക്റ്റ്. തൗഫീഖ് കേട്ടോ. പിന്നെ അപ്പോൾ അതാണ്. അപ്പോൾ ഫിഅ്ലു മാളി മബനീൻ അലൽ ഫതഹി. കുമ എന്നുള്ളത് മഫ്ഊലുൻ ബിഹി
മഫ്ഊലുൻ ബിഹി അതെങ്ങനെ പറയുമ്പോൾ ലമീറുൻ മുത്തസിലുൻ മബ്നിൻ അലൽ ഫത്ഹി ഫീ മഹല്ലി നസ്ബിൻ മഫ്ഊലുൻ ബിഹി അല്ലാഹു ലഫ്ലുൽ ജലാല ഫായിലുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അൽ വമ്മത്തു ളാഹിറ അലാ ആഖിരിഹി. ഒരു ജുംലക്ക് ഒരു പേര് പറയുമല്ലോ, എന്താ പറഞ്ഞത് റംഷീദ? ഈ ജുംലക്ക് പറയില്ല, പ്രാർത്ഥനന്റെ ജുംല പറയില്ല, അങ്ങനെ പറയാ ജുംലത്ത് ദുആഇയ്യ അങ്ങനെയല്ല അല്ലേ? എങ്ങനെ അതല്ല ഇതിനോ എങ്ങനെ അല്ല ഇത് ഇത്റാളിയല്ല, അതല്ല, നമ്മൾ അത് റളിയല്ലാഹുവിനല്ലേ ജുംലത്തു ദുആഇയ്യ അങ്ങനെയല്ലേ പറഞ്ഞത്? നിങ്ങൾ പാടെടുത്തപ്പോഴേ നബിലമ്മമാർ പാടെടുത്തില്ലേ, മൻ ഖാത്തിലു അലി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അവിടെ ഒരു കാര്യം പറഞ്ഞു, അവിടെ അങ്ങനെ പറഞ്ഞപ്പോൾ ഓർമ്മയുണ്ട, ജുംലത്തു ദുആഇയ്യ പറഞ്ഞു, ദുആഇയ്യ എന്നിട്ട് രണ്ടാമത് മേം അത് ഇട്ടെന്നത് ഒരു ഓർമ്മയിലിട്ടാ, നമുക്ക് അങ്ങനെ എഴുതിയെന്നായിട്ട് ഓർക്കുന്നുണ്ട്. ടീച്ചറെ ഇതിലത്തെ കുമാന്ന് പറഞ്ഞ മഫ്ഊലുൻ ബിഹി പറഞ്ഞതൊന്നു കുമാ പറയുമ്പോൾ ശരിക്കും കുമാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഇത് പഠിച്ചപ്പോഴേ ഈ കാഫാണ് പറയുക അതിൻ്റെ. പിന്നെ മാന്നുള്ളത് കുന്നാണ് ശരിക്കും, എന്താ പറയാ ഫത്തഹി. ഇത് ശരിക്കും എത്രാമത്തെ പാടത്തില്ല ഈ മാളീനെ ഇങ്ങനെ മുറിച്ചിട്ട് പറഞ്ഞു തന്നിട്ടില്ലേ, അപ്പോൾ ഒരു കുമ പറയുമ്പോൾ അതിന് കുഴപ്പമില്ല, ഇങ്ങനെ മനസ്സിലാക്കിക്കോ. ദമീറുൻ മുത്തസിറുൻ മബനിയുൻ അലസുക്കൂനി ഫി മഹല്ലി നസ്ബിൻ മഫ്ഊലുൻ ബിഹി, അത് മതി. ഉണ്ട് അവിടെ ഫത്തഹ തന്നെയാണ്, പിന്നെ അലിഫുൽ ഇസ്നൈനിയാണ്, അത് അലിഫുൽ ഇസ്നൈനി മറ്റേതാണ് ഫായില്, അങ്ങനെ എന്തൊക്കെ ഉണ്ട്, കുറച്ചും കൂടി ഉണ്ട്, അത് അങ്ങനെ നിൽക്കട്ടെ ഇൻഷാ അല്ലാഹ്, നമുക്ക് പിന്നീട് പഠിക്കാം, ഒന്ന് മുറിച്ച് പഠിക്കേണ്ടതുണ്ട് അത്. പിന്നെ എന്താ പറഞ്ഞത്, റംഷീദ ഞാൻ മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞല്ലേ. അടുത്തത് ഖാലൽ ഹസനു, ഹസൻ പറഞ്ഞു നുരീദു അൻ നദ്ഹബ ഇലൽ മുറാഖിബി, ഞങ്ങൾ മുറാഖിബ് പറഞ്ഞാൽ ഡയറക്ടർ അല്ലേ, ഞങ്ങൾ ഡയറക്ടറുടെ സൂപ്പർവൈസറിൻ്റെ അടുത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു. സൂപ്പർവൈസർ മുറാഖിബ് സൂപ്പർവൈസർ, നിരീക്ഷകൻ എന്നൊക്കെ മലയാളം പറയാം അല്ലേ. നിരീക്ഷകൻ എന്ന് കേട്ടിട്ടുണ്ടോ? റഖീബുൻ അതീദുൻ, അതെ ഇവിടെ കൊടുത്തിട്ടുണ്ട് റഖീബ്. ഓക്കെ, അപ്പോൾ ഇവിടെ മുറാഖിബിൻ്റെ അടുത്തേക്ക് സൂപ്പർവൈസറുടെ അടുത്തേക്ക് പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. നുരീദു ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മത്തി വൽ ഫാഇലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അന നഹ്നു അൻ എന്താ ഹർഫു നസ്ബിൻ വമസ്ദരി. നദ്ഹബ ഫിഅലുൻ മുളാരിഉൻ മൻസൂബുൻ ബിൽ ഫതഹത്തി വൽ ഫാഇലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു നഹ്നു ഇലൽ മുറാഖിബി ജാറുൻ മജ്റൂറുൻ. قال المدرس അധ്യാപകൻ യെസ് അന്നദ്ഹബ എന്താ പറഞ്ഞ ഫാത്തിമ എന്ന് പറഞ്ഞേ? അൽ മസ്ദറുൽ മഫ്ഊലുൻ ബിഹി. قال المدرس അധ്യാപകൻ ലാ തദ്ഹബ ഇലൈഹിൽ ആന, ലാ തദ്ഹബ നിങ്ങൾ ലാ തദ്ഹബ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകരുത്. അൽ ആന ഇപ്പോൾ, ലാ തദ്ഹബ നിങ്ങൾ രണ്ടുപേരും പോകരുത്, ഇലൈഹി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്, അൽ ആന ഇപ്പോൾ, ഫഇന്നഹു മഷ്ഗൂലുൻ കാരണം അദ്ദേഹം തിരക്കിലാണ്. ലാ തദ്ഹബ ഇലൈഹിൽ ആന ഫഇന്നഹു മഷ്ഗൂലുൻ. അപ്പോൾ ഇവിടെ ലാ എന്നുള്ളത് ഹർഫു ലാ നാഹിയ അല്ലെങ്കിൽ ഹർഫു നഫി മബ്നിൻ അല സുകൂനി ലാ മഹല്ല ലഹു ഇഅ്റാബ്. തദ്ഹബ ഫിഅലുൻ മുറാദ് ഏതാ പറയണ്ടേ? അർത്ഥമാണോ പറ? ലാ തദ്ഹബ ഇലൈഹിൽ ആന നിങ്ങളിപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകരുത്. ഫഇന്നഹു മഷ്ഗൂലുൻ കാരണം അദ്ദേഹം തിരക്കിലാണ്. ലാ ഹർഫു നഫി മബനിയുൻ അല സുകൂനി. ശരിയാട്ടാ, നഹി തറയേന്ന് പോയി ജസ്മാമക്കോറെ, അല്ലെങ്കിൽ ഹർഫു ലാമു നാഹിയ അല്ലെങ്കിൽ ഹർഫു നഫി അല്ല നഹി മബനിയുൻ അല സുകൂനി ലാ മഹല്ല ലഹു മിനൽ ഇഅ്റാബി. തദ്ഹബ ഫിഅലുൻ മുളാരിഉൻ മജ്സൂമുൻ ബി ഹദ്ഫി നൂനി അല്ലേ, നൂനിനെ കളഞ്ഞിട്ടല്ലേ ഹദ്ഫി നൂനി ലിഅന്നഹു
മിൻ അഫ്ആലിൽ ഖംസ. അഫ്ആൽ. നിങ്ങൾ രണ്ടുപേരല്ലേ. ഇലൈഹി ജാറുൻ വ മജ്റൂർ. അൽ ആന ലൊർഫ് ഇപ്പോൾ. ലൊർഫ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സമാൻ. ലൊർഫു സമാൻ മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി നസ്ബിൻ. ഫ ഹർഫു അത്ഫ്. ഇന്ന ഹർഫു തൗക്കീദ് വനസ്ബിൻ. الهاء ضمير متصل مبني على الضمة في محل نصب اسم إنا مشغول خبر إنا مرفوع علامة رفعه الضمة الظاهرة. يمكنكما أن تذهبا إليه بعد انتهاء الحصة. يمكنكما നിങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കും. അൻ തദ്ഹബ പോകാൻ. ഇലൈഹി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്. ബഅദ ശേഷം. ഇന്തിഹായി അവസാനത്തിൽ. എന്താ പറയുക? അവസാനത്തിൽ. അൽ ഹിസ്സത്തി എന്ന് പറഞ്ഞാൽ പീരീഡിൻ്റെ അല്ലേ. പീരീഡിൻ്റെ അവസാനത്തിൽ. പീരീഡ് പറയാൻ മനസ്സിലായില്ലേ? ആ ഒരു പീരീഡിൻ്റെ അവസാനിച്ച ശേഷം. അപ്പോൾ പീരീഡ് അവസാനിച്ച ശേഷം നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കും. പീരീഡ് അവസാനിച്ചതിന് ശേഷം നിങ്ങൾക്ക് രണ്ടുപേർക്കും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കും. യുംകിനുൻ്റെ പ്രത്യേകത എന്താ? കാരണം യുംകിനുൻ്റെ ഒക്കെ ഫായിൽ മസ്തറുൽ മുഅവ്വൽ വരും. യുംകിനു ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മത്തി. കുമാ ضمير متصل مبني على السكون في محل نصب مفعول به. عن حرف نصب ومصدري. تذهبا فعل مضارع منصوب بحذف نون لأنه من أفعال الخمسة. أن تذهبا المصدر المؤول في محل رفع فاعل. فاعل ക്ലിയർ അല്ലേ? യുംകിനുന്റെ മസ്ദറുൽ മുഅവ്വലു ഫീ മഹല്ലി റഫ്ഇൻ ഫാഇൽ. ഇല്ല, കാരണം ചില ഫിഅലുകൾ അങ്ങനത്തെ ഫിഅലുകൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? അംകന യുംകിനൊക്കെ അങ്ങനത്തെ ക്രിയകളല്ലേ. അതിൻ്റെ ഉള്ളിൽ ഫായിൽ ഉണ്ടാവൂല. പിന്നെ എന്താ? യജിബോ ഒരെണ്ണം കൂടി അങ്ങനെ ഇങ്ങനെ വരും കേട്ടോ. ഇനി നമുക്ക് എന്നിട്ട് ഞാൻ ഇതൊക്കെ മസ്തറുൽ മുഅവ്വൽ അല്ലാണ്ടൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചത് ഓർമ്മണ്ട? എങ്ങനെ ചെയ്യാ? യുൻകിനുകുമാ ദഹാബുൻ ഇലൈഹി എന്നൊക്കെ പറയാം. ദഹബന്റെ ഫായിൽ ഇട്ടിട്ട് നമ്മൾ പറയാൻ പറ്റും. ദഹബ എന്നാണ് തോന്നുന്നുണ്ട്. ദഹബ അങ്ങനെ തോന്നും, ഓർമ്മയില്ല. ഇലൈഹി ജാറുൻ വ മജ്റൂറുൻ ബഅദ ദർഫ് ഇന്തിഹായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർഫിന് ശേഷം മുലാഫിൻ ഇലൈഹി. അൽ ഹിസ്വത്തി എന്ന് പറഞ്ഞാൽ നഅത്ത്, അവസാനം, പീരീഡ്. ഇദ്ഹബൽ ആന ഇലൽ അപ്പോൾ മുലാഫിൻ ഇലൈഹി കൊടുത്തോ പീരീഡിൻ്റെ അവസാനം. അപ്പോൾ ശരിയാവുള്ളൂ അല്ലേ? ശരിയാണ്, നേരത്തെ പറഞ്ഞ അതേ മിസ്റ്റേക്കാണ്. പീരീഡിൻ്റെ അവസാനത്തിൻ്റെ ശേഷം. അപ്പം അതാ ലർഫ് ശേഷം എന്ന് പറഞ്ഞാൽ ലർഫ് സമാൻ മൻസൂബ്. ഇന്തിഹായി മുലാഫിൻ ഇലൈഹി വഹുവ മുലാഫ്. അൽ ഹിസ്സത്തി മുലാഫിൻ ഇലൈഹി. അപ്പം കറക്റ്റായി, നേരത്തല്ല. ഇദ്ഹബൽ ആന ഇലൽ മക്തബത്തി. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ലൈബ്രറിയിലേക്ക് പോകൂ. വഹുദ നിങ്ങൾ രണ്ടുപേരും എടുക്കൂ. അൽ കുത്തുബ പുസ്തകം. അൽ മുഖററത എന്നിട്ട് മുഖററത സിലബസ് ബുക്കാ. സിലബസാ മുഖററത അവിടെ കൊടുത്തിട്ടുണ്ടോ? എന്നിട്ട് കൊടുത്തുള്ളത് സിലബസ് തോന്നുന്നുണ്ട്. സിലബസിലുള്ള പുസ്തകം എന്താണ്? പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്സ്. പ്രിസ്ക്രൈബ്ഡ് അതന്നെ, അതായത് പ്രിസ്ക്രൈബ്ഡ് നിർദ്ദിഷ്ടമായിട്ടുള്ളത് തന്നെ കേട്ടോ. അപ്പോൾ ഒരു സിലബസിലൊക്കെ വരുന്ന നിർദ്ദിഷ്ടമായ അങ്ങനെ തന്നെ. അപ്പം ഇദ്ഹബ ഫിഅലു അംറിൻ മബനിയുൻ അല ഹദ്ഫി നൂനി. പിന്നെ ഇദ്ഹബ പിന്നെ അതിലേക്ക് അലിഫുൽ ഇസ്നൈനി ചേർന്ന് വന്നു അല്ലേ. അൽ അലിഫു ളമീറുൻ മുത്തസിലുൻ മബനിൻ അല സുക്കൂനി ഫി മഹലി റഫ്ഇൻ ഫാഇൽ. രണ്ടുപേരും എന്നുള്ളതിന് അലിഫാണ് അത്. അൽ ആന ലർഫ് ഇപ്പോൾ. ലർഫു സമാൻ മബനിൻ അലൽ ഫതഹി. ഇലൽ മക്തബത്തി ജാറുൻ വ മജ്റൂറുൻ. വാവു ഹർഫുൽ അത്ഫ്. ഹുദ നീ എടുക്കും.
ഫിയലംറ് الأمر مبني على حذف النون الألف الاثنين ضمير متصل مبني على السكون في محل رفع فاعل الكتب مفعول به المكررة المكررة نعت അത് കറക്റ്റ് നാത്തായി നാത്താണ് അല്ലടി എനിക്ക് സംശയം ചോദിക്കാന് ടീച്ചർ ഇപ്പൊ എനിക്കൂല് ക്ലാസ് എടുക്കുമ്പോ നാത്ത് എന്നാ പറയാ അവിടെ അത് സിഫാന്നാ പറയാ. അവിടെ തുടങ്ങിയിട്ടില്ല. ക്ലാസ് ഇതുവരെ തുടങ്ങിയിട്ടില്ലേ? അല്ല നാത്തെത്തിയിട്ടില്ല. നാത്തെത്തിയിട്ടില്ല അത് സിഫ ബുക്ക് എടുക്കാനല്ലേ ലൈബ്രറിക്ക് പോയിട്ട് നിർദ്ദിഷ്ട ബുക്ക് ആ ഒരു ഇതില് സിലബസിൽ വരുന്ന ബുക്ക് കേട്ടാ. അതെ മറ്റവർക്ക് ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടുണ്ട് കേട്ടാ. മറ്റേ അടുത്ത വ്യാചാരിക്ക് ഞാൻ ഇത് തമാരീനും കൂടെ നോക്കിക്കോ. ഒത്തിരി നേരം കൂടി ഇരുന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടാ. അജീബ് അനിൽ ടീച്ചർ പറഞ്ഞ പോലെ മാർക്ക് കിട്ടി. 55-ല് 54 മാർക്ക്. മാർക്ക് പോയില്ലേ. لأنه من أفعال الخمسة അല്ല എന്താ لأنه من أسماء ഞാനൊരു വേറൊരു വാക്ക് പറഞ്ഞു കേട്ടാ. അസ്മാഉൽ ഖംസയിൽ പെട്ടൊരു വാക്കില്ലേ എന്തായിരുന്നു? ഫമുൻ വായ. ഫമുൻ വായ. ഞാനൊരു ഹദീസ് വായിച്ചിരുന്ന കാലത്ത് ഹദീസിൽ വന്ന വാക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞു കേട്ടോ. അതായത് നമ്മളെ അതിലൊരു ഹദീസ് ഫമുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായല്ലേ, അതിലേക്ക് നമ്മൾ എന്താ ചെയ്യുക, ഫൂ എന്നല്ലേ പറയാ, ഫൂ എന്നല്ലേ പറയാ. നിങ്ങൾ അസ്മാഉൽ ഖംസ ആലോചിച്ച് 5 നാമങ്ങൾ ആലോചിച്ച് നോക്കിയേ, കിട്ടിയോ? ഫൂ ഇല്ലേ, ഫൂ ഉണ്ട്. അബുൻ അഹുൻ ഹമുൻ ദു ഫു ഉണ്ട്. പിന്നെ സിത്താന്നും പറയട്ടാ അതിന്. അപ്പോൾ ഇതിൽ വായ എന്നല്ല അർത്ഥം, ഫൂ പറഞ്ഞാൽ വായ എന്നല്ല അർത്ഥം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു അതിനെ പറ്റിയിട്ട്. വായ എന്നാണ് അർത്ഥം. അപ്പോൾ ഞാനൊരു ഹദീസ് വായിച്ചപ്പോഴേ ഇങ്ങനെ കേട്ടോ, ഹദീസ് ഞാൻ വായിച്ചാൽ കേട്ടോ. അബി ജുഹൈഫ റളിയല്ലാഹു അൻഹു ഖാല റഅയ്തു ബിലാല, ഞാൻ ബിലാലിനെ കണ്ടു. യുഅദ്ദനു, അദ്ദേഹം ബാങ്ക് കൊടുക്കുന്ന ഒരവസ്ഥയിൽ. അപ്പോൾ ഫാഹു, ഞാൻ പിന്തുടർന്നു, അദ്ദേഹത്തെ പിന്തുടർന്നു. ഫാഹു കണ്ടോ, ഫാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായ, വായേ ഹു, അദ്ദേഹത്തിൻ്റെ വായ. അതായത് ബിലാൽ റളിയല്ലാഹു അൻഹു എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ നോക്കിയിട്ട് ഹാ ഉന എന്നിട്ട് ചെവി ഇങ്ങനെ വിരലിൽ വെച്ചിട്ടാണ് ബാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഫാഹു എന്നൊരു വാക്കുണ്ട്, ഫാഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അപ്പോൾ ഫൂ എന്ന് പറഞ്ഞാൽ വായ എന്നല്ലേ അർത്ഥം. ഫൂഹു എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൂഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ വായ അല്ലേ. അപ്പോൾ ഫൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായ, ഫൂഹു എന്ന് പറഞ്ഞാൽ ഹൂ കൂട്ടുക, അവൻ്റെ എന്ന് കിട്ടാൻ നമ്മൾ ഹൂ അല്ലേ ചേർക്കുക അല്ലേ. അവൻ്റെ വായ എന്ന് ചേർക്കുക. ഫൂ എന്ത് അസ്മാഉൽ ഖംസ റഫ് ചെയ്യുന്നത് വാവ് കൊണ്ട്. അപ്പോൾ ഫൂഹു ദൂ മാലിൻ, ഞാൻ അപ്പം എന്താ പറയുക, നമ്മൾ പറയാം എന്താ, ജാ ദൂ മാലിൻ, സമ്പത്തുള്ളവൻ വന്നു എന്നല്ലേ പറയാ. അതുപോലെ ഫൂഹു എന്ന് പറഞ്ഞാൽ ഫൂഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ വായ. അപ്പം എന്താ ഇപ്പം പറയും ഫായിൽ ഫൂഹു കബീർ, ഫൂഹു കബീർ, അവൻ്റെ വായ വലുതാണ്. ഫൂഹു കബീർ. അതൊക്കെ ഇനി ഇവിടെ പറഞ്ഞത് മഫൂലും ബിഹി ആയപ്പോൾ ഫാഹു എന്നായി. ഇനി അത് ജസ്റ്റ് അല്ല ജെറ് ചെയ്യുമ്പോൾ എങ്ങനെയാ, ഫീഹി എന്നാവും. ഫീഹി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഞാനിത് ഒരു ഇതില് ഹദീസ് വായിച്ചപ്പോഴാണ് ഈ ഫാഹു എന്താണെന്ന് ഞാൻ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഫാഹു അപ്പം നമ്മൾ കിട്ടാണ്ടാവുമ്പോൾ പലയിടത്തും നോക്കൂലോ, അർത്ഥം നോക്കൂലോ, അപ്പൊ ഇത് കിട്ടണില്ല. പിന്നെ ഫീഹി ഞാൻ കണ്ടിട്ടുണ്ട്. ഫീഹി വരും. അപ്പം ഞാനിതിൽ ഞാൻ എവിടെയോ വായിച്ചല്ലോ. ഫാഹു നോക്കട്ടെ കേട്ടോ, ഖുർആനിലുണ്ടോയെന്ന് അറിയില്ല, ഞാൻ എവിടെയോ വായിച്ചു. ഫാ ഫൂ ഫീ എന്നൊക്കെ വരും. അങ്ങനെ വരാം. നമ്മളെ ദൂ മാലിൻ പറയണ പോലെ തന്നെ. ഒരു മിനിറ്റ് കേട്ടോ. പിന്നെ ഇൻഷാ അല്ലാ. പിന്നെ അത് പിന്നെ നോക്കിയേ, നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയേ. ഇഗ്സിൽ, നീ കഴുക്, നിന്റെ വായ കഴുക് എന്ന് എങ്ങനെ പറയാം? ഇഗ്സിൽ ഫാ ഫൂ ഫി, 3 ഓപ്ഷൻ ഉണ്ട്. ഏതാ എഴുതുക നിങ്ങൾ? ഇഗ്സിൽ വായ കഴുക്, ഭക്ഷണത്തിന് ശേഷം.
ഫാക്ക. അപ്പൊ ഫാക്ക, നിന്റെ വായ എന്ന് പറയുമ്പോ ഫാക്ക. ഫാക്ക, ഫാക്ക എന്ന് പറയും. ഇഗ്സിൽ ഫാക്ക ബഅദൽ ഭക്ഷണത്തിന് ശേഷം നിന്റെ ഫാക്ക. ഫാക്ക. ഇനി ഉദാഹരണം ഉണ്ട് കേട്ടോ, ഒരെണ്ണം കൂടി ഞാൻ പറഞ്ഞത്. കുട്ടി അവൻ്റെ വായ വൃത്തിയുള്ളതാണ്. അത്തിഫ്ലു ഫൂഹു നളീഫുൻ. ഫൂഹു നളീഫുൻ. പിന്നെ അടുത്തത് പറഞ്ഞിട്ട് യുഹാഫിലു അഹ്മദു. അഹ്മദ് സംരക്ഷിച്ചു. അലാ നളാഫത്തി ഫീഹി. അവൻ്റെ വായ വൃത്തിയായിരിക്കണ. നളാഫത്തി ഫീഹി. യുഹാഫിലു അഹ്മദു. അഹ്മദ് സംരക്ഷിച്ചു. യുഹാഫിലു അഹ്മദു. അഹ്മദ് സംരക്ഷിച്ചു. അലാ നളാഫത്തി ഫീഹി. അവൻ്റെ വായ വൃത്തിയുള്ളത് മേൽ. അങ്ങനെ നളാഫത്തി ഫീഹി, അവൻ്റെ വായ വൃത്തിയുള്ളത്. എങ്ങനെ മനസ്സിലാക്കണം. അതിൽ എന്ന് പറയുമ്പോൾ എന്താന്ന് മനസ്സിലാക്കണം. അവൻ്റെ വായ വൃത്തിയുള്ളതിൽ സംരക്ഷിച്ചു എന്നുള്ളതിനായിട്ടാ ഒരു ഇതും കൂടി ഇട്ടാ. ഈ ക്വസ്റ്റ്യൻ ആൻസർ കൂടി കഴിഞ്ഞിട്ട് ഇപ്പോൾ നാളെ കഴിയില്ല കേട്ടോ പാഠം. ഒരു ക്ലാസ്സും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം കേട്ടോ. ഇത് പാഠം കഴിയില്ല. അപ്പോൾ എങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരും എന്നുള്ളത് മനസ്സിലാക്കിക്കോട്ടോ. ഇതിൽ ക്വസ്റ്റ്യൻ നോക്കിയാൽ മനിൽ ഫത്തയാത്തി. ആരാണ് രണ്ട് ആൺകുട്ടികൾ? ആരാ? മതിയാ? ശരി എന്നാ കാര്യമായിട്ട് വർത്തമാനം